ഹായ് ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫേഷ്യൽ സ്ക്രബാണ്. സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യേണ്ട കാര്യമാണ് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ആവും. സ്കിന്നൊന്ന് നിറം വയ്ക്കാനും സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആക്കാനും സ്കിൻ മൊത്തത്തിൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ലുക്കിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നത് സ്ക്രബാണ്. അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ടാൻ അടിച്ചിട്ട് നമ്മൾ ഫേസ് പാക്ക് ഒന്നും യൂസ് ചെയ്താലും അത്ര തന്നെ റിസൾട്ട് ഒന്നും കിട്ടില്ല. അപ്പോൾ സ്ക്രബും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് തൈരും പഞ്ചസാരയും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്ക്രബാണിത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് അടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്ക്രബ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ തൈര് എടുത്തിട്ടുണ്ട്. ഒരു 2 സ്പൂൺ തൈരൊക്കെ എടുത്താൽ മതി. നിങ്ങൾക്കിത് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ക്രബാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ബോഡി അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ അളവിൽ തൈര് എടുത്താൽ മതി. അപ്പം ഇനി നമുക്കിതിലേക്ക് വേറെ ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസൊക്കെ പെട്ടെന്ന് റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഉപ്പ് സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് താല്പര്യം ഇല്ലാത്തവർക്കാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ, അത് ഓപ്ഷണലായിട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾ കൈ കാലുകളാണ് കൂടുതലായിട്ടും ചെയ്യുന്നത്, അതുപോലെ തന്നെ ഫേസിൽ നിങ്ങളിത് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും നല്ലത് കുറച്ചും കൂടി നല്ലതായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 സ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ സ്കിന്നിലുള്ള കരുവാളിപ്പ് മാറാനും സ്കിന്ന് നിറം വയ്ക്കാനും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ആക്കാനും സ്കിന്ന് നല്ലപോലെ മോയ്സ്ചർ ചെയ്ത് വയ്ക്കാനൊക്കെ തൈര് സഹായിക്കും. തൈര് മാത്രം യൂസ് ചെയ്താലും കരുവാളിപ്പൊക്കെ മാറിയിട്ട് സ്കിന്ന് നല്ല സ്മൂത്തായിട്ട് വരും. അപ്പോൾ ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതേ അളവിൽ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ പൊടിക്കാതെയുള്ള പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ മുഖത്തേക്ക് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് പൊടിച്ച പഞ്ചസാര യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉപ്പും പഞ്ചസാരയും ഒക്കെ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു സ്ക്രബിങ്ങിൻ്റെ എഫക്റ്റ് കിട്ടാനായിട്ടാണ്. അതായത് അത് വെച്ച് ഉരയ്ക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻ സെൽസ് എല്ലാം അതുപോലെ തന്നെ അഴുക്കളും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പെട്ടെന്ന് റിമൂവ് ആയി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങയുടെ നീര് പറ്റാത്തവർക്കാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ അവർക്കത് സ്കിപ്പ് ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും ഒരു കഷ്ണം ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ടും തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങയിൽ വൈറ്റമിൻ സി ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ ഇത് നിറം വയ്ക്കാനും കരുവാളിപ്പ് മാറാനും ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ് തരാനും ഒക്കെ സഹായിക്കും. പിന്നെ ഡ്രൈ സ്കിന്നുള്ളവർ ആക്നെ പ്രോൺ സ്കിന്നുള്ളവരൊക്കെ ചെറുനാരങ്ങയുടെ നീര് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇനി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ചെറുനാരങ്ങയുടെ എസെൻഷ്യൽ ഓയിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ ഒരു നീര് ചേർത്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. നമ്മൾ നീരെടുത്തതിന് ശേഷം ഈ ഒരു ചെറുനാരങ്ങയുടെ തോല് നിങ്ങൾ കളയേണ്ട. ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ക്രബിങ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ സ്ക്രബിന് വേണ്ട സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് സ്ക്രബ് ചെയ്യാൻ തുടങ്ങാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഞാൻ സാധാരണയായിട്ട് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ സ്കിന്നിൽ അതിൻ്റെ കളർ പിടിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്താലും മതി. അതും കരുവാളിപ്പൊക്കെ മാറാനും സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇനി നമുക്കിത് സ്ക്രബ് ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഈ ഒരു ചെറുനാരങ്ങയുടെ തോല് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇതിൽ മുക്കിയിട്ട് നമുക്കത് വെച്ചൊന്ന് ഉരച്ച് കൊടുക്കാം. ആ ഒരു പഞ്ചസാരയുടെയും ഉപ്പിൻ്റെ ആ ഒരു തരിതരിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ നിന്ന് ആ ഒരു അഴുക്കളെല്ലാം പെട്ടെന്ന് പോയി കിട്ടുന്നതാണ്. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഒരൊറ്റ യൂസ് തന്നെ ബ്രൈറ്റ്നസ് നന്നായിട്ട് ഫീൽ ചെയ്യും. സ്കിന്ന് നല്ലപോലെ സ്മൂത്ത് ആവും. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അങ്ങനെയുള്ളതൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ സ്കിന്ന് നല്ലപോലെ സ്മൂത്ത് ആവും. പിന്നെ അതുകൂടാതെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എന്ത് തരം പാടുകൾ മാറി കിട്ടാനും സഹായിക്കുന്നതാണ്. സ്ക്രബിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കരിമംഗല്യം പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നതൊക്കെ കുറയ്ക്കാൻ പറ്റും. ഇനി വന്നിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കാനും സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ നിങ്ങൾ ഫേസിലൊക്കെ സ്ക്രബ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു 5 മിനിറ്റാണ് നിങ്ങൾ സ്ക്രബ് ചെയ്ത് കൊടുക്കേണ്ടത്. മൂക്കിൻ്റെ ഭാഗത്തൊക്കെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് നേരം കൂടുതലായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ മാറിയിട്ട് നല്ല സ്മൂത്തായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഞാൻ സ്ക്രബ് ചെയ്ത് കൊടുത്ത ശേഷം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കും. അതിന് ശേഷമാണ് കഴുകി കളയുന്നത്. പെട്ടെന്ന് കഴുകി കളഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടില്ല. അപ്പോൾ അതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ കഴുകിയാൽ മതി.
ഒരുപാട് പേര് കമൻറ്റിലൂടെ ചോദിക്കുന്നതാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് കയ്യിലെ ഡിഫറൻസ് രണ്ട് കൈയും വെച്ചിട്ട് കാണിക്കാത്തതെന്നുള്ളത്. അതിൻ്റെ കാരണം ഇതാണ്, ഞാൻ എന്ത് ഫേസ് പാക്കും സ്ക്രബും ഒക്കെ അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിലും രണ്ട് കൈയിലും ചെയ്യാറുണ്ട്. നിങ്ങൾക്കത് വീഡിയോയിൽ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനു മുന്നേ ഒക്കെ ഞാൻ ഒരു കൈയിൽ മാത്രമായിട്ട് ചെയ്തിരുന്ന സമയത്ത് രണ്ട് കൈയും തമ്മിൽ കളറിൽ നല്ല വ്യത്യാസം വന്നു. അതിനുശേഷം ഞാൻ ഏത് പാക്ക് ഇടുമ്പോഴും ഒക്കെ രണ്ട് കൈയിലും ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് രണ്ട് കൈയിലെയും വ്യത്യാസമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാത്തത്. 10 മിനിറ്റിന് ശേഷം ഞാൻ കൈ വാഷ് ചെയ്തു. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട്. ഒരൊറ്റ യൂസ് തന്നെ നല്ല ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കൂടുതലായിട്ടുള്ളവരും കരുവാളിപ്പ് കൂടുതലുള്ളവരും ഫേസ് പാക്ക് ഒന്നും അപ്ലൈ ചെയ്തിട്ട് അത്രയ്ക്ക് റിസൾട്ട് കിട്ടാത്തവരൊക്കെ എന്തായാലും ആഴ്ചയിൽ ഒരിക്കൽ ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്ത് നോക്കുക. ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ സ്കിൻ ഒരിക്കലും ഡ്രൈ ആയി പോവില്ല. കാരണം തൈര് നമ്മുടെ സ്കിൻ എപ്പോഴും മോയ്സ്ചർ ആക്കിയിട്ട് വയ്ക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കാനും അതോടൊപ്പം തന്നെ കരുവാളിപ്പ് മാറാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു സ്ക്രബാണിത്. ചില സ്ക്രബൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്ക് സ്കിന്ന് വല്ലാണ്ട് ഡ്രൈ ആവാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്